നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എരിവ് കുറഞ്ഞ് കുരുമുളക്. പോയ വാരം കുരുമുളക് വിറ്റ കർഷകർക്ക് കിലോയ്ക്ക് 7 രൂപയാണ് നഷ്ടം. സംസ്ഥാനത്തെ കർഷകർക്ക് വില്ലനായത് കർണാടകയാണ്. കൊച്ചിയിലേക്കാൾ കർണാടകയിൽ വിലക്കുറവാണ്. ഉയർന്ന വില കൊച്ചിയിൽ കിട്ടുന്നതിനാലാണ് കുടകിൽ നിന്ന് പോയ വാരം വിൽപ്പന സമ്മർദ്ദം ഉണ്ടായത്. കർണാടകയുടെ വിൽപ്പന കുരുമുളക് വില ഇടിയാൻ ഇടയാക്കി. പോയ വാരം വയനാട്ടിൽ നിന്ന് വിൽപ്പന സമ്മർദ്ദമുണ്ടായി. ഇടുക്കിയിൽ നിന്നും വരവുണ്ടായി. 254 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി. മുൻ വാരത്തെ അപേക്ഷിച്ച് 28 ടൺ കുറവായിരുന്നു. ഉത്തരേന്ത്യൻ ഡിമാൻഡ് കുറവാണ്. നേരത്തെ വിറ്റുവച്ചിരുന്നവരുടെ വാങ്ങലുകളാണ് പോയ വാരം വിപണിയിൽ നടന്നത്. പുതിയ ആവശ്യക്കാരാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷ. കയറ്റുമതി നിരക്ക് ഇന്ത്യ ഒരു ടണ്ണിന് $7,900, ബ്രസീൽ 6,000, വിയറ്റ്നാം 6,400, ഇന്തോനേഷ്യ 6,900, ശ്രീലങ്ക $7,000. വാരാന്ത്യം വില കുരുമുളക് അൺഗാർബിൾഡ് കിലോ 699 രൂപയും ഗാർബിൾഡ് 719 രൂപ, പുതിയ മുളക് 689 രൂപ. ഉത്തരേന്ത്യൻ വ്യവസായികൾക്ക് വൻതോതിൽ കുരുമുളക് ആവശ്യമെങ്കിലും ലഭ്യത കുറവിനിടയിൽ വാങ്ങലുകാർ സംഘടിതമായി ആഭ്യന്തര വില ഇടിച്ചു. കാലവർഷത്തിന് തുടക്കം കുറിക്കും മുൻപേ ഉണക്ക് കൂടിയ മികച്ച ഇനം കുരുമുളക് സംഭരണത്തിനുള്ള അണിയറ നീക്കത്തിലാണ് വ്യവസായികൾ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം പതിവ് സമയത്ത് തന്നെ കേരള തീരത്ത് എത്തിച്ചേരുമെന്ന സൂചന നൽകി പ്രീ മൺസൂൺ ഇടിമിന്നലെത്തി. മൺസൂൺ ആരംഭിക്കുന്നതിന് ഏകദേശം 40 ദിവസം മുന്നേ ഇടിമിന്നലോട് കൂടിയ മഴ ഞായറാഴ്ച മധ്യ കേരളത്തിലും മറ്റ് ചില ഭാഗങ്ങളിൽ ലഭ്യമായി. എൽ നിനോ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കനത്ത ചൂടിനിടയിൽ ലഭിച്ച മഴ കാർഷിക മേഖലയ്ക്ക് ആശ്വാസം പകരും. നാടൻ കുരുമുളകിന് കടുത്ത ക്ഷാമം നിലനിൽക്കുന്നതിൻ്റെ അന്തർ സംസ്ഥാന വ്യാപാരികളും ഉത്തരേന്ത്യൻ ലോബിയും ചേർന്ന് ഉൽപ്പന്ന വില കുത്തനെ ഇടിച്ചു. നിത്യേന കിൻഡലിന് 300 രൂപ അവർ താഴ്ത്തിയെങ്കിലും കാര്യമായ ചരക്ക് സംഭരണത്തിന് തയ്യാറായില്ല. വിപണിയെ കൃത്രിമമായി തളർത്തുകയെന്ന തന്ത്രമാണ് അവർ നടത്തുന്നത്. ഓഗസ്റ്റിൽ തുടങ്ങുന്ന ഉത്സവ സീസണിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കുരുമുളക് ഒട്ടുമുക്ക വ്യവസായികൾക്കും ഇനിയും സംഭരിക്കാനായിട്ടില്ല. അടുത്ത മാസം അവസാനം കാലവർഷം കടന്നെത്തും. മഴയിൽ ഉണക്കുകൂടിയ മുളക് സംഭരിക്കുക ക്ലേശകരമെന്ന കാര്യം അവർക്ക് വ്യക്തമായി അറിയാം. ജലാംശത്തോത് കുറഞ്ഞ മുളക് ഇനിയുള്ള 6 ആഴ്ച കാലയളവിൽ മാത്രം കൈപ്പിടിയിൽ ഒതുക്കാനാകൂ. നാടൻ മുളക് വിൽപ്പനക്കാർ കുറഞ്ഞത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കുരുമുളകിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. കുരുമുളക് ക്ഷാമമുണ്ട്. അപ്പോൾ എന്നിട്ടും വില കുറയുന്നു. അപ്പോൾ കുറയാനുണ്ടായ കാരണങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.